റോബിൻ ജി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതെ, അവിടെ നിന്ന് ഒരു വാർത്തയുണ്ട്. അതായത് ഇറാനിൽ നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട്. ഇന്ത്യക്കാർ അങ്ങോട്ട് കയറണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് മനസ്സിലാവുന്നു. അത് നമ്മുടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ബന്ധത്തിൽ പോവുകയാണ്. ചബഹാർ അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഏതാണ്ട് 33ഓളം രാജ്യങ്ങളിൽ നിന്ന് വിസ വേണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോ ഇറാൻ പറയുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ, ബാക്കി 32 എണ്ണത്തിനും വേണ്ട, പക്ഷെ ഇന്ത്യക്കാർക്ക് വിസ വേണം എന്നാണ് പറയുന്നത്. നമ്മളുമായിട്ടുള്ള ഒരു ബന്ധം വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് പറയേണ്ടതല്ല. പിന്നെ എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ഇത് വളരെ കൗതുകമുള്ള എന്നാൽ ഇന്ത്യക്കാർക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒന്നാണ്. അത് ഇറാൻ പോലുള്ള ഒരു രാജ്യം നമുക്കെതിരെ ഇങ്ങനെ ഒരു കാര്യം ഏർപ്പെടുത്തുമ്പോൾ, അതായത് ഫ്രീ വിസ യാത്രാ സൗകര്യം അവരെടുത്തു കളഞ്ഞു. ഇനിയിപ്പോൾ നിർബന്ധമാക്കി വിസ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പം 33 രാജ്യങ്ങൾ, പ്രജിത നേരത്തെ പറഞ്ഞ പോലെ 33 രാജ്യങ്ങൾക്കാണ് ഈ വിസ സൗകര്യങ്ങൾ അവർ ഏർപ്പെടുത്തിയത്. 2023 മുതൽ ഈ US ഒക്കെ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങളെ തുടർന്ന് രാജ്യത്തിൻ്റെ GDP ഉയർത്താനും രാജ്യത്തെ സാമ്പത്തിക ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു കാര്യം അവർ ചെയ്തത്, വിസാരഹിത. അപ്പം നമുക്ക് വിസ ഓൺ അറൈവലാണ്. നിരവധി യാത്ര അങ്ങനെ സൗകര്യമുള്ള കൺട്രികളുണ്ട്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ വിസ എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം, ഊഷ്മളമായ ബന്ധം ഇന്ത്യയും ഇറാനും തമ്മിൽ ഉണ്ടായിരുന്നു. മറ്റ് ഇതേപോലെ ഏർപ്പെടുത്തിയ 33 രാജ്യങ്ങളിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യ അടക്കം UAE-യും സൗദിയും ഖത്തറും ബഹ്റൈനും ഇന്തോനേഷ്യയും മലേഷ്യയും വിയറ്റ്നാമും ജപ്പാനും സിംഗപ്പൂരും ഒക്കെ ഉണ്ട്. യൂറോപ്പിലേക്ക് പോയാൽ റഷ്യ, ഓഫ് കോഴ്സ്, UAE ഉണ്ട്, ക്രൊയേഷ്യ ഉണ്ട്, സെർബിയ ഉണ്ട്, ബെലാറസ് ഉണ്ട്, ബ്രസീലും മെക്സിക്കോയും ക്യൂബയൊക്കെ അതിൽ പെടുന്നുണ്ട്. ആഫ്രിക്കയിൽ ടാൻസാനിയ, സിംബാബ്വെ, കൂടാതെ ഇപ്പം ഉസ്ബെക്കിസ്ഥാനും കിർഗിസ്ഥാനും തജിക്കിസ്ഥാനും സോവിയറ്റ് യൂണിയൻ്റെ ഭാഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 33 രാജ്യങ്ങളാണുള്ളത്. അതിൽ 32 രാജ്യങ്ങൾ ഒഴികെ ഇന്ത്യയിലേക്കുള്ള പൗരന്മാർ വിസ നിഷേധിച്ചിരിക്കുകയാണ്, ഫ്രീ വിസ. എന്നാൽ അമേരിക്കൻ പൗരന്മാർക്ക് അങ്ങനെയല്ല. അമേരിക്കൻ പൗരന്മാർക്ക് വിസ സൗകര്യം, ഫ്രീ വിസ ലഭ്യമല്ല. അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർശനമായ വിസ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം വഷളായി നിൽക്കുന്ന ഒന്നാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതിൽ പ്രത്യേക നിയമങ്ങളുണ്ട്. വിസ നിർബന്ധം മാത്രമല്ല, ഒരു ഗൈഡിൻ്റെ ആവശ്യകതയുണ്ട്. അവിടുന്ന് ഒരു അമേരിക്കക്കാരൻ ഇറാനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഗൈഡിനോടൊപ്പം മാത്രമേ അയാൾക്ക് ടൂർ ചെയ്യാൻ പാടുള്ളൂ. അയാൾ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്ന് അകമ്പടി നിർബന്ധമാണ്. സ്വതന്ത്രമായി ആ രാജ്യത്ത് സഞ്ചരിക്കാൻ ഒരു അമേരിക്കൻകാരനെ അവർ അനുവദിക്കാറില്ല. കാരണം വെച്ചാൽ അവർ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എവിടെയൊക്കെ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇന്ത്യക്കാരുടെ ഈ വിസ നിബന്ധന മാറ്റാൻ ഒരു കാരണം എന്ന് പറയുന്നത്, അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകളടക്കം ഇപ്പോൾ പറയുന്നത്, രാജ്യത്ത് തട്ടിപ്പുകൾ വർദ്ധിച്ചിരിക്കുകയാണ്. അതിന് പിന്നിൽ ഇന്ത്യക്കാരാണ്. വളരെ മോശം. അത് തട്ടിപ്പുകളും തട്ടിക്കൊണ്ടുപോകലും കള്ളപ്പണം വെളുപ്പിക്കലും ഉൾപ്പെടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്നാണ് ഈ സുപ്രധാനമായ തീരുമാനം. ഇതാണ് റിപ്പോർട്ട്സ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും തട്ടിപ്പ് നടത്താൻ പോരാഞ്ഞിട്ട്, പക്ഷെ ഇറാൻ എന്ന് പറയുന്നത് അത്ര പല കാര്യങ്ങളിലും ട്രേഡൊക്കെ വളരെ സമ്പന്നമായ ട്രേഡൊക്കെ ഉള്ള സ്ഥലമാണ്. നമുക്ക് ട്രേഡുണ്ട് അവരുമായിട്ട്. അവിടെ വലിയ രാജ്യമാണ്, അവിടെയും സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സാധ്യതകളൊക്കെ വെച്ച് മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഭരണകൂടം എത്ര സ്ട്രോങ് ആണെന്ന് വെച്ചാൽ മതഭരണമാണ് അവിടെ. ഒരു പ്രസിഡൻഷ്യൽ ഭരണമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് പേരിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വിനോദസഞ്ചാരം, നേരത്തെ പറഞ്ഞുള്ള വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവ് നൽകാനായിട്ടാണ് ഈ ഫ്രീ വിസ സമ്പ്രദായം ഉണ്ടാക്കിയത്. പക്ഷേ ഈ സൗകര്യം, ഇന്ത്യ ഉൾപ്പെട്ട ഈ സൗകര്യം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ധാരാളം ആളുകൾ അവിടേക്ക് ഫ്രീ വിസ സൗകര്യം ഉപയോഗിച്ച് വന്ന് ഒഴുകിയത്. അപ്പം ഈ സുരക്ഷാപരമായിട്ടുള്ള വെല്ലുവിളികൾ ഇതുമൂലം ഉണ്ടായി. വിസാരഹിത പ്രവേശനം ഉപയോഗിച്ച് ക്രിമിനൽ സംഘങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവർ സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തി. അപ്പോൾ അതാണ് ഇവിടെ നിന്നുള്ള, ഇന്ത്യയിൽ നിന്നുള്ള ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ആളുകളോ അല്ലെങ്കിൽ അവിടുത്തെ ക്രിമിനൽ സംഘങ്ങളുമായി പോയി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളോ കണ്ടെത്തി. അത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉണ്ടാക്കിയെന്ന് അവർ കണക്കാക്കപ്പെട്ടു. അതിനോടൊപ്പം തന്നെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു. എന്ന് വെച്ചാൽ ഓൺലൈൻ തട്ടിപ്പുകൾ. പലപ്പോഴും വിദൂര ദേശങ്ങളിൽ ഇരുന്നിട്ട്, ഈ ആഫ്രിക്കൻ കൺട്രികളിലൊക്കെ പലയിടത്തും ഇരുന്നിട്ട് ഇത്തരം കേന്ദ്രങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വലിയ കേന്ദ്രങ്ങൾ, സൈബർ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന, ഇവിടെ നിന്നും ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ നിന്നടക്കമുള്ള ആളുകളെ കൊണ്ടുപോയി അവിടെ നിർബന്ധിത ജോലി എടുപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപക്ഷെ ഇവിടെയും കാണുമായിരിക്കും ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ നടത്തുന്നത്. അത് ഇറാൻ ആയതുകൊണ്ട് തന്നെ മറ്റ് നിയമങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് എത്തിപ്പെടാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ തട്ടിപ്പ് വളരെ വ്യാപകമായി നടത്താനും യഥേഷ്ടം ചെയ്യാനും പറ്റും. അപ്പോൾ സാമ്പത്തികമായ വഞ്ചന കുറ്റങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, അപ്പം അത് ഈ വലിയൊരു കുറ്റകൃത്യം, ഇത്തരത്തിലുള്ള ധാരാളം കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. വിനോദസഞ്ചാരികൾ എന്ന പേരിലാണ് ഇവർ എത്തുന്നത്. എത്തിയിട്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇറാൻ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അപ്പോൾ തട്ടിക്കൊണ്ട് പോകൽ ഭീഷണി വളരെ കാര്യമായിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ തട്ടിക്കൊണ്ടു പോകൽ, പണം തട്ടിയെടുക്കൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലും ചിലർ പങ്കാളികളായതായി സൂചനയുണ്ട്. അപ്പം ഇതാണ് ഇന്റർനാഷണലി ഇത് ചർച്ചയായി. ഈ ഇന്റർനാഷണൽ ചർച്ച ചെയ്യുന്ന അതാണ് നമുക്കിത് വലിയ നാണക്കേടായിട്ട് മാറാനുള്ള. ഈ ഒരു സാഹചര്യത്തില് നമ്മൾ ഏറ്റവും വലിയ കുതിപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പലയിടങ്ങളിലായിട്ട് നിന്ന് വരുന്നത്. ഇപ്പൊ ഇറാനിൽ നിന്ന് ഈ ഒരു വിഷയം പറഞ്ഞു, ശരി, പക്ഷെ അതിനു മുമ്പും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പല തട്ടിപ്പുകളോ കാര്യങ്ങളോ ഒക്കെ നടത്തുമ്പോൾ അതിലൊരു ഇന്ത്യക്കാരൻ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന് നാണക്കേട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്സിൽ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം പല രാജ്യങ്ങളുമായിട്ട് ശത്രുതയിലായിരിക്കുമ്പോഴും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിലിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോഴാണ് അവിടെ നിന്ന് നമ്മളെയൊക്കെ കർശനമായ രീതിയിൽ മാറ്റി നിർത്താനുള്ള ഒരു നീക്കത്തിന് ഇന്ത്യക്കാർ തന്നെ വഴിവെച്ചു കൊടുത്തത്. എനിക്ക് തോന്നുന്നത് പ്രജിത നിരീക്ഷിച്ച പോലെ ഇന്ത്യൻ സർക്കാർ ഈ കാര്യത്തിൽ വളരെ കർശനമായ ഒരു നിലപാട് എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഇടപെട്ടാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ നാണക്കേട് ഒഴിവാക്കാൻ പറ്റുള്ളൂ. കാരണം ഇറാനുമായിട്ട് നമുക്ക് നയതന്ത്രപരമായ നല്ല ബന്ധമാണ്, ട്രേഡുണ്ട്, എല്ലാ തരത്തിലുള്ള സാംസ്കാരികപരമായിട്ടുള്ള എക്സ്ചേഞ്ചുകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള വലിയ പഴമയുള്ള സംസ്കാരത്തിൻ്റെ ഒരു വലിയ കേന്ദ്രമാണ് ഇറാൻ എന്ന് പറയുന്നത്. അത് പിന്നീട് തകർന്ന് തരിപ്പണമായി പോയി. ഇസ്ലാമിസ്റ്റുകളിലൊക്കെ കൈപ്പിടിയിലാണ് ആ രാജ്യം. നമ്മൾ തമ്മിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഏറ്റവും സമീപകാലത്ത് അമേരിക്കൻ ഉപരോധങ്ങൾ വന്നപ്പോഴാണ് പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത്, സങ്കീർണമാക്കിയത്. അപ്പം നിലവിൽ നമ്മുടെ ബന്ധമെന്ന് പറയുന്നത് ഈ ഊർജ്ജ സാമ്പത്തിക ബന്ധങ്ങളുണ്ട്. എനർജി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇറാനിയൻ പൈപ്പ് ലൈൻ അറിയാമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. എണ്ണ ഇറക്കുമതി ചരിത്രപരമായിട്ട് ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരിൽ ഒരാളായ ഒരു രാജ്യമായിരുന്നു ഇറാൻ. അപ്പം ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നമുക്കത് ലഭിച്ചിരുന്നതും ഇറാനിൽ നിന്നാണ്. ഇപ്പം US-ൻ്റെ താരിഫ് നിയമങ്ങളൊക്കെ വന്നപ്പോഴാണ്, പല ഉപരോധങ്ങൾ വന്നപ്പോഴാണ് നമുക്കത് വല്ലാതെ കുറഞ്ഞത്. നമ്മൾ റഷ്യയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യേണ്ടി വന്നത്. അപ്പം ഈ ഉപരോധങ്ങളുടെ ഒരു സ്വാധീനമുണ്ട് നമ്മളും ആയിട്ടുള്ള ബന്ധത്തിൽ. 2018 മുതൽ അമേരിക്കയുടെ ഈ ഉപരോധങ്ങൾ പുനഃസ്ഥാപിച്ചതോടെ ഇന്ത്യക്ക് ഈ ഇറക്കുമതിയിൽ ഒരുപാട് കുറവ് വന്നു, ബന്ധങ്ങളെ തളർത്തിയത്. അപ്പം ഉപരോധങ്ങൾ നിലനിൽക്കുന്ന ഈ വ്യാപാരം സുഗമമാക്കാൻ ചില പ്രത്യേക പേയ്മെൻറ്റ് സംവിധാനങ്ങൾ, രൂപ ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ രൂപ ഉപയോഗിച്ചുള്ള ഈ പേയ്മെൻറ്റ് സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കും കള്ളപ്പണം വെളുപ്പിക്കൽ പോലുള്ള പദ്ധതികളൊക്കെ ഈ ആളുകൾ നടത്തുന്നത്. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളപ്പം അത് മിക്കവാറും ഒരു സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് തന്ത്രപ്രധാനമായിട്ട് പ്രജിത നേരത്തെ പറഞ്ഞ ചാബഹാർ തുറമുഖം രൂപയിൽ ട്രേഡ് നടത്താൻ തുടങ്ങിയപ്പോഴാണ് അമേരിക്കയ്ക്ക് വലിയ വിഷയമായത്. ഡോളറിന് ഇടിവ് സംഭവിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ രൂപ ഉയർന്നു വരിക കൂടി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു തട്ടിപ്പ് കൂടി ഇങ്ങനെ. അത് വളരെയധികം സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ വളരെ തന്ത്രപ്രധാനമായ ഒന്നാണ് ചാബഹാർ തുറമുഖം. ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് അഫ്ഗാൻ മധ്യേഷ്യയിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിന് വലിയ സാധ്യതകൾ തുറക്കുന്ന ഒരു പാതയാണ് ചാബഹാർ തുറമുഖത്തിലൂടെ നമുക്ക് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ INSTC എന്ന് പറഞ്ഞിട്ടുള്ള അന്താരാഷ്ട്ര വടക്ക് തെക്ക് ഗതാഗത ഇടനാഴിയുണ്ട്, ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ. അത് വലിയ ഒരു സുപ്രധാന റഷ്യയും ഇറാനും മുൻകൈ എടുത്തുകൊണ്ടുള്ള ഒന്നാണ്. യൂറോപ്പിലൂടെയുള്ള ഒരു വലിയ പാതയാണ്. ചൈനയും അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള പദ്ധതികളുണ്ട്. അപ്പോൾ ഇതൊക്കെ നിർണായകമായ ഒരു വളർച്ചയുടെ ഘട്ടത്തിലേക്ക്. അപ്പോൾ നമുക്ക് മുംബൈയിൽ നിന്ന് മോസ്കോയിലേക്ക് ഒരു ചരക്ക് ഗതാഗതം ഇനി വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഇന്ത്യയാണത് തുടങ്ങി വെച്ചത്. ഇടനാഴി തുടങ്ങി വെച്ചത് ആ റോഡ് ഗതാഗതം. അത് റെയിലാണ്, കുറച്ച് ദൂരം, ഏതാനും കിലോമീറ്റർ റെയിലായിട്ട്, ബാക്കി ഇരുവശങ്ങളും റോഡ് ഗതാഗതമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തീവ്രവാദ വിരുദ്ധ സഹകരണങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത് നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇറാൻ പോലുള്ള ഒരു രാജ്യത്ത് നിന്ന്, നമ്മുടെ സൗഹൃദ രാജ്യമാണ്, ആ രാജ്യത്ത് പോയിട്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്ന ഇന്ത്യക്കാർ ആരായാലും ഇത് വളരെ
ഈ നടപടി ഇറാൻ്റെ ഈ നടപടി ശരിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യ ഗവൺമെൻറ് ഇടപെട്ടിട്ട് ഇറാനിലേക്ക് ധാരാളമായിട്ടൊന്നും ആളുകൾ പോകുന്നില്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ അവിടെ ട്രേഡ് നടത്തുന്ന ആളുകളുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്, കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവണം. എന്തായാലും ഇത് കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇത് പുനഃപരിശോധിക്കുമെന്നും ഇടപെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ നാണക്കേട് അടിയന്തരമായി ഒഴിവാക്കേണ്ടത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.